ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 38ാമത്തെ കഥയുടെ 7ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ ഉമർ രാജാവിൻ്റെയും പുത്രന്മാരുടെയും കഥ. അഫ്രീദീൻ രാജാവിൻ്റെ കത്തിലെ ഉള്ളടക്കം എന്തായിരുന്നു എന്നറിഞ്ഞല്ലോ. ഇനി അവിടെ എന്ത് നടക്കുന്നു എന്ന് നോക്കാം. അഫ്രീദീൻ രാജാവിൻ്റെ മകളായ സഫിയ ഉമർ അൽ നുമാൻ്റെ അന്തഃപുരത്തിലാണല്ലോ ഉള്ളത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ഇനി അഫ്രീദീൻ രാജാവ് ആവശ്യപ്പെട്ടതുപോലെ സഫിയയെ തിരിച്ചേൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അച്ഛൻ അഫ്രീദീൻ രാജാവിന് ഒരു കത്ത് എഴുതി. അദ്ദേഹത്തിൻ്റെ മകളാണെന്ന് അറിയാതെ പറ്റിയ അബദ്ധമാണെന്നും തെറ്റു പൊറുക്കണമെന്നും അപേക്ഷിച്ചു. കത്ത് കിട്ടിയപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ ഭരണാധികാരി കലിതുള്ളി. എൻ്റെ മകൾ ക്രിസ്ത്യൻ രാജകുമാരി മുസൽമാൻ്റെ വെപ്പാട്ടിയാണെന്നോ? ഇതിന് പകരം വീട്ടണം. എല്ലാ അവിശ്വാസികളുടെയും അന്ത്യം കണ്ടേ ഞാൻ അടങ്ങൂ. ഉമർ അൽ നുമാനെ അകപ്പെടുത്താൻ അഫ്രീദീൻ ഒരുക്കിയ കെണിയാണ് അത്ഭുതരത്നങ്ങളുടെ കഥ. സമ്മാനങ്ങളുമായി ദൂതന്മാരെ അയച്ച് 10,000 ഭടന്മാരെ ഇങ്ങോട്ട് വരുത്തി നശിപ്പിക്കാനുള്ള തന്ത്രം. പക്ഷേ ആ അത്ഭുതരത്നങ്ങൾ അവ യഥാർത്ഥത്തിലുള്ളത് തന്നെ. സഫിയയുടെ പക്കലുണ്ടായിരുന്നത് കടൽ കൊള്ളക്കാരിൽ നിന്നും അച്ഛന് കിട്ടി. അച്ഛൻ അതെനിക്ക് തന്നു. പിന്നീടൊരിക്കൽ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ രാജാവിൻ്റെ പിടിയിലാക്കപ്പെടുന്നതിനു മുമ്പ് കഴിയുന്നതും വേഗം സൈന്യവുമായി മടങ്ങിപ്പോവുക. എന്നെയും എൻ്റെ നാടിനെയും രക്ഷിക്കാൻ നിന്നെ നിയോഗിച്ച അല്ലാഹുവിന് സ്തുതി എന്ന് പറഞ്ഞ് ഷേർഖാൻ ഇബ്രീസയുടെ കയ്യിൽ ചുംബിച്ചു. രാജകുമാരി, വരൂ, നമുക്ക് പോകാം. നിന്നെ ഈ ശത്രുപാളയത്തിൽ ഉപേക്ഷിച്ച് പോകാൻ ഞാൻ ഒരുക്കമല്ല. വരൂ ഇബ്രീസ, നമുക്ക് ബാഗ്ദാദിലേക്ക് പോകാം. നിങ്ങൾ വേഗം പോയി അഫ്രീദീൻ്റെ ദൂതന്മാരെ പിടികൂടണം. ഇബ്രീസ നിർദ്ദേശിച്ചു. അവർ സത്യം പറയട്ടെ, 3 ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ ഒപ്പമെത്താം. കരഞ്ഞുകൊണ്ട് അവൾ വിടവാങ്ങി. ഷേർഖാൻ കുതിരപ്പുറത്ത് കയറി പാഞ്ഞുപോയി. പാലം കടന്ന് കാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ മന്ത്രി ധണ്ടനും 2 അംഗരക്ഷകരും എതിരെ വരുന്നത് കണ്ടു. രാജകുമാരനെ അന്വേഷിച്ച് വരികയായിരുന്നു അവർ. അഫ്രീദീൻ രാജാവിൻ്റെ വഞ്ചനയുടെ കഥ ഷേർഖാൻ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. അയാളുടെ ദൂതന്മാർ കടന്നു കളയുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് ചെല്ലാം, അല്ലെങ്കിൽ ആപത്താകും എന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ സൈന്യം താവളം അടിച്ചിരുന്ന സ്ഥലത്തേക്ക് പോയി. ഭാഗ്യവശാൽ സൈന്യത്തിന് കുഴപ്പമൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ദൂതന്മാർ 2 പേരും അപ്രത്യക്ഷരായിരുന്നു. ഉടൻ തന്നെ ധണ്ടൻ സൈന്യവുമായി മടക്കയാത്ര തുടങ്ങി. ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷം 100 പടയാളികളുമായി ഷേർഖാൻ അവരെ പിന്തുടർന്നു. ഏതാണ്ട് 4 മൈൽ ചെന്നപ്പോൾ ഒരു മലയിടുക്കിൽ വെച്ച് എതിരെ വന്ന ഒരു കൂട്ടം പടയാളികൾ ഷേർഖാനെ വെല്ലുവിളിച്ചു. മുസൽമാന്മാരെ, ആയുധം വെച്ച് കീഴടങ്ങുക, അല്ലെങ്കിൽ ഒന്നൊഴിയാതെ ഞങ്ങളുടെ വാളിനിരയാകും. മേരിയുടെയും ജോണിൻ്റെയും പേരിൽ ഞങ്ങൾ ശപഥം ചെയ്യുന്നു. തിളങ്ങുന്ന പടച്ചട്ടയും ആയുധങ്ങളുമായി നിന്ന അവരെ നോക്കി ഷേർഖാൻ ഗർജിച്ചു. ക്രിസ്ത്യൻ നായ്ക്കൾ ഞങ്ങളുടെ അതിർത്തി കടന്നു വന്ന് ഭീഷണിപ്പെടുത്തുന്നോ? ഒരെണ്ണം ജീവനോടെ മടങ്ങിപ്പോവില്ല. ഷേർഖാനും പടയാളികളും ആക്രമണകാരികളുടെ മേൽ ചാടി വീണു. ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം മലയിടുക്കിൽ പ്രതിധ്വനിച്ചു. വാൾ വാളിനോടും കുന്തം കുന്തത്തിനോടും പൊരുതി. അശ്വം അശ്വത്തോട് ഏറ്റുമുട്ടി. ഏറെ നേരം യുദ്ധം തുടർന്നു. ഇരുട്ടിൽ ശത്രുവേയും മിത്രത്തെയും തിരിച്ചറിയാൻ പറ്റാതായപ്പോൾ യുദ്ധം നിർത്തി. തൻ്റെ സംഘത്തിൽ ആർക്കും ഗുരുതരമായ മുറിവ് പറ്റിയിട്ടില്ലെന്നറിഞ്ഞ ഷേർഖാന് ആശ്വാസമായി. അയാൾ അവരോട് പറഞ്ഞു, നമ്മൾ പല യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്, കരുത്തരായ ശത്രുക്കളോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊന്ന് ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഭടന്മാർ അതിനോട് യോജിച്ചു. രാജകുമാര, അങ്ങ് പറയുന്നത് ശരിയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പടനായകൻ്റെ ധൈര്യം അസാമാന്യം തന്നെ. പലപ്പോഴും അയാളുടെ പിടിയിലകപ്പെട്ടവരെ അയാൾ ഉപദ്രവിക്കാതെ വിട്ടുകളഞ്ഞു. അത് കേട്ട് ഷേർഖാൻ അത്ഭുതപ്പെട്ടു. അവർ 100 പേർ, നമ്മളും 100 പേരുണ്ട്. നാളെ 2-1 അറിയണമെന്ന് തീരുമാനിച്ചു. അതേസമയം ക്രിസ്ത്യൻ പോരാളികൾ അവരുടെ നേതാക്കളോട് പറഞ്ഞു, ഇന്ന് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല, നാളെയാകട്ടെ അവരെ തോൽപ്പിക്കാൻ. അവർ ആശ്വസിച്ചു.
പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ ഇരു കൂട്ടരും യുദ്ധസജ്ജരായി നിലകൊണ്ടു. ഷേർഖാന്റെ ആജ്ഞപ്രകാരം ഒരു ഭടൻ കുതിരയെ ശത്രുവിൻ്റെ നേർക്ക് നയിച്ചു. അവിടെ ചെന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു, എന്നോട് നേർക്ക് നേരെ പൊരുതാൻ തയ്യാറുള്ളവർ മുന്നോട്ട് വരട്ടെ. രോമരഹിതമായ മുഖമൊഴിച്ച് ശരീരമാസകലം ഉരുക്കുപടച്ചട്ട കൊണ്ട് പൊതിഞ്ഞ ഒരു യുവാവ് കുതിരയെ മുന്നോട്ട് ചാടിച്ചു. അയാൾ കുന്തം ആഞ്ഞു വീശിയപ്പോൾ മുസ്ലിം പോരാളി മറിഞ്ഞു വീണു. അയാളെ ശത്രുക്കൾ തടവുകാരനാക്കി. അന്നു സന്ധ്യയായപ്പോൾ ഷേർഖാന്റെ 20 പടയാളികൾ കീഴടങ്ങി. പരാജയത്തിൽ അമർഷം പൂണ്ട ഷേർഖാൻ പറഞ്ഞു, നാളെ അവരുടെ തലവനുമായി ഞാൻ യുദ്ധം ചെയ്യും. നമ്മുടെ നാട്ടിൽ അതിക്രമിച്ച് കടന്നതിന് അവരെ ഒരു പാഠം പഠിപ്പിക്കണം. 3 ദിവസം സേനാനായകർ നേരിട്ട് പൊരുതി. 3-ാമത്തെ ദിവസം അബദ്ധത്തിൽ കാലിടറി കുതിരപ്പുറത്തു നിന്ന് വീണ ക്രിസ്ത്യാനിയുടെ നേർക്ക് ഷേർഖാൻ വാളോങ്ങിയപ്പോൾ അയാൾ ശുദ്ധമായ അറബിയിൽ ചോദിച്ചു, ഇതാണോ യുദ്ധമര്യാദ? വീരന്മാർ സ്ത്രീകളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഷേർഖാൻ സൂക്ഷിച്ചു നോക്കി. ഇബ്രീസ രാജകുമാരിയാണ് തൻ്റെ പ്രതിയോഗിയെന്ന് മനസ്സിലായി. ആയുധം നിലത്തിട്ട് അയാൾ ചോദിച്ചു, സുന്ദരിയായ രാജകുമാരി, എന്താണിതിനർത്ഥം? ഞാൻ അങ്ങയുടെ ധൈര്യം പരീക്ഷിച്ചതാണ്. എന്നോടൊപ്പമുള്ള പടയാളികളെല്ലാം എൻ്റെ തോഴിമാർ തന്നെ. കുതിരപ്പുറത്തു നിന്ന് വീണതുകൊണ്ടാണ് എന്നെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്. ഷേർഖാൻ ആഹ്ലാദത്തോടെ അല്ലാഹുവിന് സ്തുതി പറഞ്ഞു. 2 പേരും പടയാളികളോടൊത്ത് യാത്ര തിരിച്ചു. 6-ാമത്തെ ദിവസം അങ്ങകലെ ആകാശത്തിൽ ബാഗ്ദാദിലെ മിനാരങ്ങൾ കാണാനായി. കഥ ഇത്രയും ആയപ്പോഴേക്കും സമയം പ്രഭാതമായത് കണ്ട് ഷഹറാസാദ് ആചുത്യപൂർവ്വം നിശബ്ദത പാലിച്ചു. അടുത്ത രാത്രി വീണ്ടും അവർ കഥ പറയാൻ ആരംഭിച്ചു. തുടർന്ന് കേൾക്കണ്ടേ? കാത്തിരുന്നോളൂ, ഞാൻ വരാം ഉടൻ തന്നെ.